ഓരോ സ്ഥാപനത്തിലും നമ്മളതിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന സമയത്ത് ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സാണ് ഉള്ളത്. ടെക്നോ പാർക്കിൽ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ പാർക്ക്. മറ്റ് IT പാർക്കുകളിലും കേരളത്തിൽ ഞാൻ അതിൻ്റെ മേധാവിയായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ടെക്നോ പാർക്കിൻ്റെ ഒരു പ്രത്യേകത ധാരാളം വൈബ്രൻ്റ് ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ക്യാമ്പസാണ്. ഒരുപാട് ലൈഫുള്ളൊരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ ഒരു 4 വർഷത്തിലധികം 4 വർഷവും 3 മാസമായി ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടെ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒരുപാട് ചെയ്യാൻ പറ്റിയതിലുള്ള ചാരിതാർത്ഥ്യം ധാരാളമുണ്ട്. നല്ല അനുഭവങ്ങളുണ്ട്, നമുക്ക് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ആകത്തുക എടുത്ത് നോക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ടെക്നോ പാർക്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് തോന്നിയത് ആ ക്യാമ്പസിൻ്റെ ഒരു നവീകരണം. കാരണം 25 വർഷം പഴക്കമുള്ള ഫെസിലിറ്റി, ആ ഫെസിലിറ്റിയുടെ പ്രശ്നങ്ങൾ മറ്റുള്ളതായിട്ടൊന്നും കമ്പയറബിൾ അല്ല. ഇൻഫോ പാർക്കുമായിട്ട് അത് നേരിട്ട് കമ്പയറബിൾ അല്ല. ഒരു മഴ പെയ്താൽ, ജൂൺ ജൂലൈ മാസങ്ങളിലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻബോക്സിൽ വന്ന് വീഴുന്ന ഇമെയിലുകളുടെ എണ്ണം തന്നെ അതിന്. കാരണം ചില കെട്ടിടങ്ങളൊക്കെ പഴുതായി ചോർന്നൊലിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം ഒരു സെർവറിൻ്റെ അതിൽ വന്നു കഴിഞ്ഞാൽ, പഴയ കെട്ടിടങ്ങളല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ്റനൻസ് പ്രശ്നങ്ങൾ തുടങ്ങി ഹൈജീനിൻ്റെ ഇഷ്യൂസ് ഒരുപാട്. കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം അവിടെയുള്ള കിച്ചണുകളോ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ ടോയ്ലറ്റ്സോ ധാരാളം വിദേശികളൊക്കെ വന്നു പോകുന്ന ഒരു ക്യാമ്പസല്ലേ. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ആ ഒരു അപ്കീപ്പ് ശരിക്കും ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം, ഇപ്പോഴത്തെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും ഇന്നത്തെ ആ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു പാർക്കിന് വെച്ച് ഉറപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളതായിരുന്നില്ല ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡുകളെല്ലാം ഇൻറ്റേർണൽ റോഡ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് MORT സ്പെസിഫിക്കേഷനിൽ നമുക്ക് ധാരാളം പണം അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റെയും ബോർഡിൻ്റെയും എല്ലാം സപ്പോർട്ടോടുകൂടി അത് ചെയ്തെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഉയർത്താൻ സാധിച്ചു. ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അക്കേഷ്യ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പ്ലാന്റിങ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാറ്റിയിട്ട് നല്ല ഫലവൃക്ഷങ്ങളെല്ലാം, അതിൻ്റെ ഒന്നും റിസൾട്ട് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. എപ്പോഴും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആദ്യം മുതലേ ഉണ്ടായിരുന്നൊരു ഓർഗനൈസേഷനാണ് ടെക്നോ പാർക്ക്. 10-15 കോടി ചിലപ്പോൾ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ടെക്നോ സിറ്റിയുടെ ഹോൾ ലയബിലിറ്റി ടെക്നോ പാർക്കിൻ്റെ തലയിൽ വന്നിരുന്നതുകൊണ്ട് അവസാനം ഒരു നെറ്റ് സർപ്ലസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. എന്ന് മാത്രമല്ല, ധാരാളം ലോൺ എടുത്ത് അത് അടയ്ക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നൊരു ഓർഗനൈസേഷനിൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴെയായിട്ട്, ഡിഫോൾട്ടർ എന്ന് പറഞ്ഞ് DD ക്രെഡിറ്റ് റേറ്റിംഗിൽ കിടക്കുന്ന സമയത്താണ് ഞാനിത് ചുമതല ഏറ്റെടുക്കുന്നത്. 2014 ജൂണിൽ തന്നെ നമ്മുടെ 397 crores ടെക്നോ സിറ്റിയുടെ ലയബിലിറ്റി മുഴുവൻ ഗവൺമെൻറ്റിൻ്റെയും എൻ്റെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള ഇൻഫോ പാർക്കിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ട് അടച്ചു തീർക്കാൻ സാധിച്ചു. ഈ അടച്ചു തീർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ കൂടെ, അത് എൻ്റെ കൊളീഗ്സ് എല്ലാം അതിന് അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ഇതൊരു വ്യക്തിയുടെ നേട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഈ ലീക്കുകൾ ഒരുപാടുണ്ടായിരുന്ന എല്ലാം പ്ലഗ് ചെയ്യാൻ പറ്റി, അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റി, എവിടെയെല്ലാം നമ്മുടെ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു 36 കോടി ടേൺ ഓവറാണ് 2010-11 ഉണ്ടായിരുന്നത്. 73 കോടി രൂപയുടെ ടേൺ ഓവറായിട്ട് കൂട്ടാൻ ഓൾമോസ്റ്റ് ഡബിൾ ആക്കിയെടുക്കാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, ഈ ക്രെഡിറ്റ് റേറ്റിംഗ് DDയിൽ കിടന്നിരുന്നതിനെ നമുക്ക് BBയിലേക്കും BB+ലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. 2015 ജൂൺ മാസത്തോട് കൂടിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ലോണുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്യാനും ഒരു ഡെഫിസിറ്റ് കുറയ്ക്കാനും വളരെയധികം സാധിച്ചു, റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ടാണ് എല്ലാ ലോണുകളും അടഞ്ഞു പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ BB റേറ്റിങ്ങിലേക്ക്, ക്രിസൽ റേറ്റിങ്ങിലേക്ക് വന്നത്. അടുത്ത 6-7 മാസങ്ങളിലുള്ളിൽ ഒരു AAA റേറ്റിങ്ങിലേക്ക് ടെക്നോ പാർക്കിനെ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഓർഗനൈസേഷണൽ ആംഗിൾ എന്നുള്ള നേട്ടമായിട്ട് ഞാൻ കാണുന്നത്.
ഇപ്പം ചാക്കേ ടു കഴക്കൂട്ടം ബൈപ്പാസ് വൈഡൻ ചെയ്ത് വരുന്നു, അവിടുത്തെ ട്രാഫിക് കൂടും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഇൻറ്റേർണൽ റോഡ്സിൻ്റെ അപര്യാപ്തതയാണ്. ഏറ്റവും വലിയ പ്രശ്നം ഗേറ്റിൽ തന്നെ ഏകദേശം 8000-ഓളം വെഹിക്കിൾസ് അതിൽ രാവിലെ വന്നു പോകുന്ന സമയത്ത് ഗേറ്റ് വൈഡൻ ചെയ്യാതെയുള്ള ഒരു കുരുക്ക്, 4-5 കാറുകൾ കയറി അതിലത്തെ ഒരു കാറിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഹൈവേയിലേക്ക് അത് അഫക്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. TCSൻ്റെ ഗേറ്റ് ഇതിനോട് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിനോട് ചേർന്നാണ് വരുന്നത്. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ബ്രില്യൻ്റ് ഐഡിയ കിട്ടി. അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു നമുക്കിത് കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഗേറ്റ് ആക്കാമോ. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പോഴും ടെക്നോ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിലാണ്. അപ്പോൾ ഈ 2 ഗേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഒരിക്കലും കിട്ടില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ടെക്നോ പാർക്കിൻ്റെ മെയിൻ എൻട്രി 65 മീറ്ററായിട്ട് പോയിട്ട്, അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റോഡ് എന്ന് പറഞ്ഞാൽ 45 മീറ്ററിലാണ് മെയിൻ റോഡ് വരുന്നത്. പക്ഷേ നമ്മുടെ എൻട്രി രണ്ടുപേരുടെയും കമ്പൈൻഡ് എൻട്രി 65 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കിൻ്റെ എൻട്രിയിലുള്ള ഒരു കുരുക്ക് വളരെ എനിക്ക് 3-4 മാസത്തിനകം അത് പ്രാവർത്തികമാകും. ഇപ്പോൾ അതിന് ടെൻഡറിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു കാലതാമസമുണ്ട്. നാട്ടുകാർക്കൊരു സേവനം ചെയ്യാൻ ഈയിടെ കഴിഞ്ഞ ഒരു 6 മാസത്തിലൊരു അവസരം കിട്ടി. മാലിന്യങ്ങൾ മാത്രം ഒഴുകുന്നൊരു തോടായിരുന്നു തെറ്റിയാറ്. അത് ടെക്നോ പാർക്കും ടെക്നോ പാർക്കിലുള്ള ചില കമ്പനികളുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി, അത് അവരുടെ ശ്രമം മാത്രമല്ല, ജില്ലാ കളക്ടർ തുടങ്ങിയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങേയറ്റം കോഓപ്പറേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ആ തെറ്റിയാർ തോടിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ അതിനകത്ത് മാറ്റിയെടുത്ത് സിൽട്ടിങ് വന്ന സ്ഥലത്തെല്ലാം ആഴം കൂട്ടി വീതി കൂട്ടി ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 എൻട്രി ചെയ്യുന്ന പോയിൻ്റ് മുതൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് കയറുന്ന അവിടെ ഒരു പാറക്കൂട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വരെ വൃത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ആ തെറ്റിയാറിൻ്റെ സൈഡിലുള്ള ഏകദേശം 180ഓളം കുടുംബങ്ങൾ ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആ വെള്ളക്കെട്ടെല്ലാം പരിഹരിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പം മലിനമായിട്ടുള്ളൊന്നും തെറ്റിയാറിൽ കൂടെ ഒഴുകുന്നില്ല. വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം അവിടെ ടെക്നോ പാർക്കിൻ്റെ ക്യാമ്പസിലുള്ള സോളിഡ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് നേരത്തെ ചെയ്തിരുന്നത് അവിടെയുള്ള ഫുഡ് വേസ്റ്റ് എല്ലാം പിഗ് ഫാംസിലേക്ക് കൊടുത്തയക്കുക. അപ്പോൾ അത് കൊടുത്തയക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് അത് റിമൂവ് ചെയ്തെന്ന് വരില്ല. ഈ ചേർത്ത് മോശം കണ്ടീഷനിൽ പലപ്പോഴും അവിടെ കിടക്കേണ്ടി വരും. ഒരു നിവൃത്തിയില്ലാതാവുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ അത് കുഴിച്ചു മൂടും. ഇങ്ങനെയെല്ലാം നടന്നിരുന്നു. പ്ലാസ്റ്റിക്സ് ഒന്നും അവിടെ കൺട്രോൾ ചെയ്തിരുന്നു. ഇപ്പോൾ ടെക്നോ പാർക്ക് 100% ഒരു പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസാണ്. പ്ലാസ്റ്റിക് ഫ്രീ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അനുവദിക്കില്ല എന്നുള്ളതല്ല, പ്ലാസ്റ്റിക്കിന് നിയന്ത്രണമുണ്ട്. ഫ്ലെക്സ് പോട്ട്സ് ഒന്നും പെർമിറ്റഡ് അല്ല. ഏകദേശം ഒരു 3.5 ടൺ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് നല്ല നിലയിൽ എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ഇതുപോലെയുള്ള പല സിസ്റ്റംസും പല സ്ഥലത്തും പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും വലിയ കെട്ടിടമാണ് തേജസ്വിനി ബിൽഡിംഗ്. തേജസ്വിനി ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഫെസിലിറ്റി റൺ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ബൗണ്ടറിയുടെ തൊട്ടടുത്തൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവരൊന്നും ഇതിൽ നിന്നുള്ള കാറ്റങ്ങോട്ട് അടിച്ചാൽ പോലും മണമോ ഒന്നുമില്ല. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ഈ സംഗതി പ്രവർത്തിച്ചു വരുന്നത്. ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 ജനറേറ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റും, വെദർ ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് ഓർ സോളിഡ് വേസ്റ്റ്, ഇത് ടെക്നോ പാർക്കിൻ്റെ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ഇന്ന് പോകുന്നില്ല. അവിടെ തന്നെ അത് വളമാക്കി മാറ്റിയിട്ട് പ്രകൃതിക്ക് ചേരുന്ന രീതിയിലുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് എല്ലാം ഷെഡ് ചെയ്തിട്ട് തമിഴ്നാട്ടിലും മറ്റും റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അത് നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളൊരു മോഡൽ ഇല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് പഠിച്ച് പോയിട്ട് ഇപ്പോൾ പൂനെയിലുള്ള മരകപ്പ പാർക്ക് വളരെ ഫേമസ് ആണ്. ഒരു 600 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു IT പാർക്കാണത്. അവർ പോലും ഇവിടെ വന്നിട്ട് ഈ മോഡൽ സ്റ്റഡി ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ്ലി പേപ്പർലെസ് ഓഫീസായിട്ട് ടെക്നോ പാർക്കിനെ മാറ്റിയെടുക്കാൻ പറ്റി. ഒരു ഡോക്യുമെൻ്റ് വന്നാൽ ഉടനെ തന്നെ നിമിഷങ്ങൾക്കകം അത് സ്കാൻ ചെയ്തിട്ടൊരു PLO സിസ്റ്റത്തിൽ പോയി ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും ആ ജോലി അന്നന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കോൺട്രാക്ടറുടെ ഒരു ബിൽ പേയ്മെൻറ്റ് തുടങ്ങി ഒരു കസ്റ്റമറുടെ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിൽ വരെ അതിനകത്ത് ഒരു സമയം കൂടുതലെടുത്തു കഴിഞ്ഞാൽ ഒരു റെഡ് ഇൻഡിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രഷറിലാണ്. ആർക്കും ഒരിക്കലും ഇപ്പോൾ CEO ആണെങ്കിൽ പോലും 2-3 ദിവസം PLO നോക്കിയിട്ടില്ലെങ്കിൽ 30-40 ലെറ്റേഴ്സ് വന്നിട്ട് അങ്ങ് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രണം വിട്ടുപോകും.
അപ്പോൾ ഏത് സമയത്താണെങ്കിലും അതിൻ്റെ ഒരു ഗുണകരമായ ഒരവസ്ഥ ഞാൻ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, സാധാരണ നമ്മുടെ സെക്രട്ടറി കൊണ്ടുവന്ന ഈ പേപ്പറെല്ലാം കൊണ്ട് മുന്നിൽ വെക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിലേക്ക് വന്ന് അതിൻ്റെ കുരുക്കുകൾ അഴിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല ഒരു പക്ഷേ നമ്മളിരിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ആ നിയന്ത്രണം അവിടെ അത് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് രാത്രി നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കില്ല, ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്പെയർ ടൈം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ വിഷയത്തിനെ പറ്റി ചിന്തിച്ച് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം ഞങ്ങളുടെ ഈ സിസ്റ്റം 100% ലൈവാണ്. എല്ലാവരും PLO ആണ് യൂസ് ചെയ്യുന്നത്. ടെക്നോ പാർക്കിൻ്റെ ബിസിനസ് ഡെവലപ്മെൻ്റ് ഒരു പോരായ്മയായിട്ട് എല്ലാവരും കാണുന്നത് ധാരാളം വലിയ വിദേശ കമ്പനികളൊന്നും ഈ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പിന്നെ ഒരു പരാതി ടെക്നോ പാർക്കിനെ പറ്റി പറഞ്ഞിരുന്നത് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് അവിടെയുള്ള കമ്പനികൾക്ക് കൂടുതൽ സ്ഥലം കൊടുക്കാനാണ് ടെക്നോ പാർക്കിലുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചത്. നേരെ മറിച്ച് ഒരു IBMനെയോ സിസ്കോനെയോ മൈക്രോസോഫ്റ്റിനെയോ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് തോന്നിക്കാണും. പക്ഷെ ഞാനതിനെ ഒരു ചെറിയ രീതിയിലാണ് കാണുന്നത്, വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം തരുന്ന അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ നന്നായിട്ട് പ്രവർത്തിക്കുകയും അവർ വളരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഗ്രോത്ത് പ്ലാൻ, നന്നായിട്ട് നടക്കുന്നൊരു കമ്പനി അടച്ചു പൂട്ടാതെ അവരുടെ ഒരു ഗ്രോത്ത് പ്ലാൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു പാർക്കിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ വരുന്നതിനെതിരായിട്ട് ഉള്ള ചില സംഗതികൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു. കാരണം ഒരു സ്ഥലവും ഫ്രീ അപ്പ് ആവുന്നില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും. എന്നാൽ ഈ ക്യൂ ഒന്നും മൂവ് ചെയ്യുന്നില്ല, ഈ സ്ഥലം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് വളരെ ചുഴിഞ്ഞ് ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഓരോ പീരീഡ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു മൂല്യച്യുതി വന്നതുപോലെ തന്നെ അവിടെ ഈ സ്പേസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും സബ്ലെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ശ്രദ്ധയിൽ വന്നു. അതൊരു പരിധിവരെ സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാനത് അനുവദിക്കാവുന്നൊരു ലെവലിൽ നീങ്ങി നോക്കി. പക്ഷേ പലരുടെയും പരാതി വന്ന് മുകളിൽ നിന്ന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി സാർ പറഞ്ഞു, അത് ഗിരീഷ്, അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു തടയിടണം. കാരണം ഒരു പാരലൽ എക്കോണമി വളർന്നു വരുന്ന ഒരു രീതി, അത് ഞാൻ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം എടുക്കുന്നു, എനിക്കത് പ്രോഫിറ്റബിളായിട്ട് നടത്താൻ പറ്റുന്നില്ല, എന്നാൽ ഞാനൊരു 5,000 സ്ക്വയർ ഫീറ്റ് ഞാൻ വളരെ കൂടിയ റേറ്റിൽ വേറൊരു കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളൊരു നിലപാട്, അത് നമുക്ക് അനുവദിക്കാൻ പറ്റാത്തൊരു രീതിയിൽ അത് വളർന്നു വന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ആക്ഷൻസും ചില പോളിസീസും എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റീനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. പക്ഷേ ഓവറോൾ ഇപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പേസിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യൂ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിപ്പോൾ അവിടുത്തെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഒന്ന് ഫ്യൂവൽ ആൻഡ് വാട്ടർ ലെവൽ മോണിറ്ററിംഗ് ആണ്. അതായത് ടെക്നോ പാർക്കിനകത്ത് ഒരുപാട് ഡീസൽ ജനറേറ്റർ സെറ്റ്സ് ഉണ്ട്. പണ്ടെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡീസൽ തീർന്നു എന്ന് പറയും, നമ്മൾ ഒഴിക്കും, തീർന്നോ ഒഴിച്ചോ ഒന്നും രേഖകളൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം മെക്കനൈസ് ചെയ്തു. ഒരു ജനറേറ്ററിലും ആ ഫ്യൂവലിൻ്റെ ലെവൽ താഴ്ന്നുണ്ടെങ്കിൽ, ഒരു പരിധി വിട്ട് താഴ്ന്നു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മൊബൈലിൽ ഇൻറ്റിമേഷൻ കിട്ടും. പ്രധാനപ്പെട്ട ക്രൂ മെമ്പേഴ്സുണ്ട്, എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്കെല്ലാം വാർണിംഗ് കിട്ടും. അപ്പോൾ ഫ്യൂവൽ തീരാറായിട്ടുണ്ടെങ്കിൽ തീരാറായി, എന്തുകൊണ്ട് തീരാറായി, ഇപ്പോൾ എത്രത്തോളം വരെ വർക്ക് ചെയ്യുന്നുള്ള എൻ്റെ ഡാറ്റ മൊബൈലിൽ കൂടെ കിട്ടുന്നൊരു സംവിധാനം ഏതാനും വർഷങ്ങളായിട്ട് അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ടെൻഷനില്ല. മാത്രമല്ല അതിലൊരു ചെറിയ രീതിയിലൊരു അഴിമതിക്ക് സാധ്യത പോലും അവിടെ ഇല്ലാത്ത രീതിയിൽ അതിനെ സിസ്റ്റം ടൈറ്റാക്കി എടുക്കാൻ സാധിച്ചു. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്ന്, ടാങ്കർ ലോറിയിൽ കൂടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന രീതി 2008 മുതൽ അവിടെ നടപ്പിലുണ്ടായിരുന്നു. അതായത് വേണ്ടത്ര വെള്ളം സപ്ലൈ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി. അത് കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നിരന്തരമായിട്ടുള്ള ചർച്ചയിൽ കൂടെ അത് 1.5 വർഷം മുൻപ് ഒരു ഏപ്രിൽ 22-ാം തീയതി അത് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് ഇന്ന് ടെക്നോ പാർക്കിൽ ടാങ്കർ ലോറി സപ്ലൈ ഇല്ല. ഇന്ന് ടെക്നോ പാർക്കിലേക്ക് വരുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൗടിക്കോണം ടാങ്കിൽ നിന്നുള്ള ഹൈ പ്രഷർ ലൈനിൽ കൂടെ വരുന്നു. അത് വളരെയധികം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി പണമൊന്നും ചിലവാക്കേണ്ടി വന്നിട്ടില്ല അവിടെ.
നമ്മൾ നേരത്തെ തന്നെ ഫേസ് 3ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഡെപ്പോസിറ്റിൽ കൂടെ അതിൽ നിന്ന് ചെറിയൊരു ഡൈവേർഷൻ ചെയ്തിട്ട് 3 ലക്ഷം രൂപ മാത്രം ചിലവാക്കി വരുത്തിയൊരു മോഡിഫിക്കേഷനാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ നയിച്ചത്. ഇന്ന് TCSനും ഇൻഫോസിസിനും ടെക്നോപാർക്കിൻ്റെ ഫേസ് 1ലുള്ള എല്ലാ കമ്പനികൾക്കും വേണ്ടത്ര ശുദ്ധജലം യാതൊരു പ്രശ്നമില്ലാതെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ടാങ്കർ ലോറികൾ ടെക്നോപാർക്കിൻ്റെ ക്യാമ്പസിൽ കയറിയിട്ടില്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ത്യ ഹാസ് ഗ്രോൺ ഇൻ ടു എ ഹ്യൂജ് മാർക്കറ്റ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റ് വലുതായി വരുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ലോക്കലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ള നിലയിൽ ടെക്നോപാർക്കിൽ വരുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി എപ്പോഴും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കുള്ളതാണ്. പക്ഷേ ടെക്നോപാർക്കിൻ്റെ ഫേസ് 3ൽ ഒരു 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആയതുപോലും നമ്മൾക്ക് 100% എക്സ്പോർട്ടിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ നമുക്ക് വളർത്തിയെടുക്കുക. അവരുടെ ഡിമാൻഡ് നമുക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉന്നം വെച്ചിട്ടാണ് ടെക്നോപാർക്കിൻ്റെ തേജസ്വിനി അതുപോലെ തന്നെ ഭവാനി ഈ 2 കെട്ടിടങ്ങൾക്ക് താഴ്ന്നു കിടക്കുന്നൊരു 4.7 ഏക്കേഴ്സിൻ്റെ അക്വിസിഷന് നേരത്തെ നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2011 അവസാനവും 12ലും അത് വളരെ ത്വരിതപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഈ 4.7 ഏക്കേഴ്സ് കൈക്കലാക്കാൻ സാധിച്ചു. 100% കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റെഗുലേഷൻസ് പ്രകാരം അല്ലെ അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് പാർക്കിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഒരു പുതിയ ബിൽഡിങ്ങിന് രൂപകൽപ്പന കൊടുത്തു. അത് 100% ഇൻറ്റേർണലായിട്ട് ചെറിയ ആർക്കിടെക്ട്സിനെ വെച്ചുകൊണ്ട് അതിൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ബോർഡിലും ഗവൺമെൻറ്റിലും പറഞ്ഞിട്ടൊരു പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് അതൊരു 260 കോടി രൂപ വില വരുന്നൊരു പ്രോജക്റ്റാണ്. അതിനെ ഇന്ത്യയിലെ ലീഡിംഗ് ആർക്കിടെക്റ്റുള്ള CR നാരായണ റാവു CRനെ ഏൽപ്പിച്ച് അതിൻ്റെ രൂപകൽപ്പന മുഴുവൻ ഫിനിഷ് സ്റ്റേജിലെത്തി. ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതിന് വാങ്ങിച്ചു. എല്ലാ അംഗീകാരങ്ങളും കിട്ടി. ഇപ്പോൾ ഹഡ്കോ അതിന് ഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം അതിനകത്തുള്ളൊരു 5000 സീറ്റ് ഓൾറെഡി ബുക്ക്ഡാണ്. അതായത് ആ ബിൽഡിംഗ് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കമ്പനികൾ അത് നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് മാത്രമല്ല വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനിംഗ് ബോർഡ് ഈ ഷിറിയ എന്ന് പറയുന്ന ബിൽഡിങ്ങിന് ഗ്രീൻ ബുക്കിലേക്കുള്ള അംഗീകാരം തന്നിട്ടുണ്ട്. ഗ്രീൻ ബുക്കിലേക്ക് അത് കയറി എന്ന് പറയുന്നത് ടെക്നോപാർക്കിൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് പറയാം. കാരണം അതിനുള്ള ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടി നമ്മൾ ട്രഷറി ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റ് പ്രോസസ്സുകളൊന്നുമില്ല, പണം ഉടനെ കിട്ടും എന്നുള്ളതാണ്. ഷിറിയ എന്നുള്ള പേര് അതിൽ വന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ മലബാറിലുള്ളൊരു നദിയുടെ പേരിടാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവിടെ പോയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നദികളെ നോക്കി കഴിഞ്ഞപ്പോൾ 67 കിലോമീറ്റർ നീളത്തിൽ നല്ല രീതിയിൽ അധികം ആരും അറിയാതെ ഒഴുകുന്ന നല്ലൊരു നദിയാണ് ഷിറിയ. അപ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഷിറിയ എന്നുള്ള പേരിൽ ബിൽഡിങ്ങിന് എല്ലാ സാങ്ഷൻസുമായി അതിൻ്റെ ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ശരിയായി വരുന്നത്. എത്രയും പെട്ടെന്ന് അത് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്നോപാർക്കിൻ്റെ അധീനതയിലും കേരള ITയുടെ അധീനതയിലുള്ള ഒരു പാർക്കിലും ഇത്രയും വലിയൊരു ഫ്ലോർ പ്ലേറ്റ് ഉണ്ടെന്ന് തോന്നില്ല. 75,000 സ്ക്വയർ ഫീറ്റ് 75,000 ചതുരശ്ര അടി ആണ് അതിൻ്റെ ഒരു സിംഗിൾ ഫ്ലോർ പ്ലേറ്റ്. അങ്ങനെ 11 നിലകളുള്ള ഒരു കെട്ടിടം, ആകെ 9 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നോൺ SEZ ബിൽഡിംഗ് ആണ് ഷിറിയ. ഷിറിയ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ടെക്നോപാർക്കിന് അടുത്തൊരു 10-15 വർഷത്തേക്കുള്ള സാമ്പത്തിക ഭദ്രത കൂടിയാണ് അതിന്ന് വന്നു ചേരുന്നത്. ടെക്നോപാർക്കിൻ്റെ ഒരു പ്രകൃതി രമണീയത എന്തായാലും വൈദ്യൻകുന്ന് എന്ന് പറയുന്ന അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ആർക്കിടെക്ചറും ഒരുപാട് ഗ്രീൻ ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ക്യാമ്പസ് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്, അതിനെപ്പറ്റി സംശയമില്ല. അതേ സമയത്ത് ഈ ലൈൻ ഓഫ് കോഡിങ് മാത്രം ചെയ്യുക, അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുക എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി ഒരുപാട് ഓർഗനൈസേഷൻസ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഓർഗനൈസേഷൻ ഏറ്റവും കലാസാംസ്കാരികമായുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന നടന, പ്രതിധ്വനി, അതുപോലെ തന്നെ തേജസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനുണ്ട്. 5000-ഓളം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുള്ള തേജസ്സിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ധാരാളം ഓർഗനൈസേഷൻ, ടെക് ബെൽസ് ഉണ്ട്, ടെക് ഫ്രണ്ട്സ് ഉണ്ട്, വിവേകാനന്ദ സ്റ്റഡി സർക്കിളുണ്ട്, പ്രകൃതിയുണ്ട്. അപ്പം ഈ കുട്ടികൾ IT പ്രൊഫഷണൽസ് ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ
ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. അവർ പ്രകൃതിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഓർഗാനിക് ഫാമിംഗ് അവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരറിയാതെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എന്നെ അമ്പരപ്പിച്ച അല്ലെങ്കിൽ അതിശയിപ്പിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടനയും പ്രതിധ്വനിയും. പ്രതിധ്വനി ടെക്നോപാർക്കിലുള്ള പ്രൊഫഷണൽസിൻ്റെ ഓരോ ലെവലുള്ള പ്രൊഫഷണൽസിന് അവരുടെ ബുദ്ധിമുട്ടുകളാണ് അവർ മനസ്സിലാക്കുന്നത്. അത്രയും നല്ലൊരു ടീമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു CEO എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് പാർക്കിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കാനും പറ്റിയത് വളരെ വലിയൊരു നേട്ടത്തിനേക്കാൾ കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ വിവേകാനന്ദ സ്റ്റഡി സർക്കിൾ ചെയ്യുന്നുണ്ട്, ടെക് ബെൽസിൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്, ടെക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ GTECൻ്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേര് വളരെയധികം കൺസേൺ ആയിട്ട് എന്നെ സമീപിച്ചിരുന്നു. ഇങ്ങനെ അധികം ഓർഗനൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വഴക്ക് കൂടും, പ്രശ്നമാവും എന്നുള്ളത്. ആദ്യം മുതലേ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഒരേ കാര്യത്തിന് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന പലരെയും എൻ്റെ മുറിയിൽ ഇവരെല്ലാം വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് അവരെ വ്യത്യസ്തരായിട്ട് കാണാൻ പറ്റിയില്ല ഒരിക്കലും. അപ്പോൾ പ്രകൃതിയുടെ കാര്യങ്ങളിലെല്ലാം മറ്റുള്ള എല്ലാ ഓർഗനൈസേഷൻസിനും ഇടപെടിക്കാൻ പറ്റി, നടനയുടെ കാര്യങ്ങളിലും മറ്റുള്ളവർ സമീപിക്കാൻ പറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ അവരതേപോലെ തന്നെ അവരും റെസ്പോണ്ട് ചെയ്ത് അവരിലൊരു വേർതിരിവ് അവരും കണ്ടിട്ടില്ല. വളരെ കോമൺ ആയിട്ട് അതൊരു ഭാഗ്യമെന്ന് വേണം പറയാൻ. അല്ലാതെ അപ്പം അത്രയും നല്ല മനസ്സുള്ളവരാണ് ഇതിൻ്റെ പുറകിലെല്ലാം പ്രവർത്തിച്ചത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അങ്ങേയറ്റത്തൊരു വൈബ്രൻറ്റ് ക്യാമ്പസായിട്ട് ടെക്നോപാർക്ക് മാറി. ആൻഡ് ദാറ്റ് ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് റീസൺ why Technopark is different from any other IT park in India. ഇതിനു മുൻപേ പറഞ്ഞ നേട്ടങ്ങളൊന്നും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിനുള്ള ഒരു ആശയം നമ്മൾ പറയുന്നു, എല്ലാവരും കോപ്പറേഷനും കൊടുത്തു കഴിഞ്ഞിട്ട് പക്ഷേ വ്യക്തമായിട്ടൊരു ധാരണ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻ കൊടുക്കാനേ ഒരു CEOയ്ക്ക് പറ്റുകയുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ പാർക്ക് സെൻറ്ററിലെ എൻ്റെ സഹപ്രവർത്തകരാണ്. ടെക്നോപാർക്കിലെ ഈ ഹോൾ IT കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ടെക്നോപാർക്കിനകത്തുള്ള എൻ്റെ ഓഫീസിലുള്ള ടീമിൻ്റെ സപ്പോർട്ടും ഇതെല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ടെക്നോപാർക്കിലെ കമ്മ്യൂണിറ്റിയോടുള്ള നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സഹകരണം അത് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തപ്പോൾ അപ്പോൾ കിട്ടിയുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സുഖം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഓരോ ആളുകളെ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയാം 358 കമ്പനികളുടെ ഒരു എൻവയൺമെൻറ്റിൽ ഒരു CEOയ്ക്ക് ഒരിക്കലും ഈ കമ്പനികളിലെ ആളുകളെ അല്ലെങ്കിൽ കമ്പനികളെയും അവർ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്ത് സർവീസ് കൊടുക്കുന്നു എന്ന് അടുത്തറിയാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്ക് ഈ സമയത്ത് വിട്ടുപോരുന്ന സമയത്ത് പറയാനുള്ളത് അങ്ങേയറ്റത്തെ നന്ദിയും കൃതജ്ഞതയുമാണ് ഈ ഒരു ടീമിനോട്. മാത്രമല്ല ഇവിടുന്ന് പോരുന്ന സമയത്ത് ഈ ബന്ധമൊന്നും വിച്ഛേദിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തി പോരാൻ പറ്റിയ 4-4.25 വർഷങ്ങളാണ് പുറയിൽ കിടക്കുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടിയും അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യത്തോടു കൂടിയും ആണ് ഞാൻ ഇവിടെ പോകുന്നത്.